ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സോഫ്റ്റായ ഇഡ്ഡലിയും അതിന് പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വളരെ സ്വാദിഷ്ടമായ ചട്നി, നല്ല സോഫ്റ്റായ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 സ്പൂൺ ഉലുവ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഞാൻ ഇതിൽ ഇട്ട് അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ അരി നല്ലതുപോലെ കഴുകി, അരിയും ഉഴുന്നും കൂടി കഴുകി നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമ്മളത് അടിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ അടിച്ചെടുക്കുക, അധികം വെള്ളം ചേർക്കരുത്. അതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. അപ്പോൾ നല്ലതുപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഇന്നലെ രാത്രി ആണത് അരച്ച് വെച്ചത്. ഒരു 8 മണിക്കൂറിന് മേലെ, ഒരു 8-8.5 മണിക്കൂർ ഇത് ഇരുന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പം നമുക്കിത് ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത്. കുറച്ച് തിക്കായ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്കിനി ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മേലെ നമുക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്വല്പം കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കിള്ള് വാളംപുളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ കുടിക്കാനായിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ചട്നി തിളപ്പിക്കില്ലല്ലോ അടുപ്പത്തിട്ടിട്ട്, അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചട്നിയൊക്കെ തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 സ്പൂൺ പീസ് പരിപ്പ് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, തിളയ്ക്കാൻ നിൽക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ചട്നിയുടെ ടേസ്റ്റ് പോവും. അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തത്. അപ്പോൾ ഒന്ന് ചുറ്റും ഒന്ന് തിളച്ച് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റാം. തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് ഇത്. ക്യാരറ്റും മല്ലിയിലൊക്കെ ചേർന്ന് നല്ലൊരു ഇഡ്ഡലിയാണ്.
അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇഡ്ഡലി കുത്തിയിടാം. അപ്പം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചട്നി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഇഡ്ഡലിയും ചട്നിയും ഇവിടെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എടുക്കുന്ന അരിയുടെ 1/3 ഭാഗം ഉഴുന്നെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. 1.5 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സോഫ്റ്റായ ഇഡ്ഡലിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.